എല്ലാ പ്രിയപ്പെട്ടവർക്കും ഫ്ലട്ടർ കോഡ് ജേണിയുടെ ഒരു ന്യൂ മലയാളം ട്യൂട്ടോറിയൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കസ്റ്റം ടാബ് ബാർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ്. കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ നമ്മളൊരു സിമ്പിൾ ടാബ് ബാർ ആപ്പ് ബാറിൻ്റെ ബോട്ടം പ്രോപ്പർട്ടിയിൽ സെറ്റ് ചെയ്താണ് പഠിച്ചത്. അപ്പോൾ ഇന്ന് ആപ്പ് ബാറിൽ അല്ലാതെ ബോഡി പാർട്ടിൽ എങ്ങനെയാണ് ഒരു ടാബ് ബാർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതുപോലെ ഇത്രയും നാൾ നമ്മൾ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റിലാണ് ഈ ടാബ് ബാർ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ്ലെസ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു വിഡ്ജറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റിന് പ്രത്യേകിച്ച് ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാതെ കറണ്ട് സ്റ്റേറ്റ് ആ കറണ്ട് വിഡ്ജറ്റ് എങ്ങനെയാണോ അതേപോലെ തന്നെ തുടരുന്നതാണ് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്. സ്റ്റേറ്റ്ഫുൾ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ബട്ടൺ പ്രസ്സോ കാര്യങ്ങളോ വരുമ്പോൾ അതിൻ്റെ ആ ഒരു UI മാറി വേറൊരു കമ്പോണൻസ് മറ്റ് കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്ത് വരുന്നതാണ് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ്. അപ്പോൾ ഇപ്പോൾ ടാബൊക്കെ നമ്മൾ സെലക്ട് അൺസെലക്ട് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ UIക്കൊക്കെ എന്തെങ്കിലും മാറ്റം വരും. അതുപോലെ സെലക്ട് ചെയ്തിരിക്കുന്ന ടാബിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാനായിട്ട് പറ്റും. അതുപോലെ APIയിൽ നിന്ന് വരുന്ന ഡൈനാമിക് ഡേറ്റ യൂസ് ചെയ്തിട്ട് ടാബ്സിൻ്റെയൊക്കെ UI ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ടാബിൻ്റെയൊക്കെ പേര് APIയിൽ നിന്ന് വരുന്നതാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആവശ്യമായിട്ട് വരും. നമുക്ക് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സ്റ്റാറ്റിക് ആയിട്ട്. ബട്ട് ഇതുപോലെയുള്ള UI ചേഞ്ചസും കാര്യങ്ങളും API ഡേറ്റ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എന്താണ്, അവിടെ സ്റ്റേറ്റിന് മാറ്റം വരണം. സോ നമ്മൾ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഞാനിപ്പോൾ ഒരു ന്യൂ ഡാറ്റ് ഫയൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ നമ്മൾ ചെയ്യുന്ന എല്ലാ UI പേജിലും എന്താണ് നമ്മുടെ മെറ്റീരിയൽ ആപ്പ് ഇമ്പോർട്ട് ചെയ്യണം. നമ്മൾ ഫ്ലട്ടർ ഫോളോ ചെയ്യുന്നത് മെറ്റീരിയൽ ഡിസൈനിങ് ആണല്ലോ. സോ ഇമ്പോർട്ട് ചെയ്യാം മെറ്റീരിയൽ ഡോട്ട് ഡാർട്ട്. ഇനി സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം ക്ലാസ്, ഒരു ക്ലാസ് നെയിം കൊടുക്കാം കസ്റ്റം ടാബ് ബാർ എക്സ്റ്റെൻസ് ഓക്കെ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ്. ഓക്കെ, ഇനി ഇവിടെ മൗസ് പോയിന്റർ വയ്ക്കാം, ഓവർറൈഡ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒരു ലൈൻ ഓഫ് കോഡ് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മുടെ ഈ ക്ലാസ് നെയിം, അതായത് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റിൻ്റെ സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ക്രിയേറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് നമ്മുടെ ക്ലാസ് നെയിം ഇവിടെ കൊടുക്കാം. ഇനി ക്രിയേറ്റ് സ്റ്റേറ്റ്, ഇപ്പോൾ കസ്റ്റം ടാബ് ബാറിൻ്റെ സ്റ്റേറ്റ് ഇവിടെ ഫാറ്റ് ആരോ നൊട്ടേഷൻ യൂസ് ചെയ്യുക. ഓക്കെ, ഈക്വൽ ടു ഇട്ടിട്ട് ഈ ആരോ കൊടുക്കുക. ഇതിന് പറയുന്നത് ഫാറ്റ് ആരോ എന്നാണ്. ഡാർട്ടിൽ ഷോർട്ട് ഹാൻഡ് നൊട്ടേഷനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത്. അതായത് ഫങ്ഷൻസിനെയൊക്കെ ഒറ്റ ലൈനായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നൊട്ടേഷനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് റിട്ടേൺ കീവേഡ് ഒഴിവാക്കാനും ഒന്നും കൂടി ഷോർട്ടാക്കാനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഡാർട്ടിൻ്റെ അതുപോലെ ഫ്ലട്ടറിൻ്റെയൊക്കെ ബേസിക് ട്യൂട്ടോറിയൽസ് നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും മറ്റൊരു പ്ലേലിസ്റ്റായിട്ട്. സോ ഇനി ഇത് കൊടുക്കാം, നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ നെയിം തന്നെ കൊടുക്കാം സ്റ്റേറ്റ്. ഓക്കെ, ദെൻ ഇത് കളയാം. ഇവിടെ ഫങ്ഷൻസ് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം, സെമിക്കോളം കൊടുക്കാം. ഇനി ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റിന് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇവിടെ എക്സ്റ്റെൻസ് എന്ന് കൊടുക്കാം. സ്റ്റേറ്റ്, നമ്മുടെ ക്ലാസ് നെയിമിന് കസ്റ്റം ടാബ് ബാറിന് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കുക സ്റ്റേറ്റ്. ദെൻ ഈ ആരോയുടെ അകത്ത് എന്താണ് നമ്മുടെ ക്ലാസ് നെയിം കൊടുക്കാം. ഓക്കെ, ഇനി ഇത് വേണ്ട. ഓക്കെ, കോഡൊന്ന് അലൈൻ ചെയ്യാം, കൺട്രോൾ ഓൾട്ട്-L. ഇനി ഇവിടെ നമ്മുടെ ഓവർറൈഡ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. സോ ഇങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് നമ്മൾ കോഡ് ചെയ്യുന്നത്.
ഓക്കെ, ഇനി നമുക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് എന്താണ്? ഡിഫോൾട്ട് ടാബ് കൺട്രോളർ. ഓക്കെ, ലെങ്ത്ത് കൊടുക്കാം, ഒരു 4 കൊടുക്കാം. അതിൻ്റെ ചൈൽഡായിട്ട് എന്താണ്? സ്കാഫോൾഡ്. ഡിഫോൾട്ട് ടാബ് കൺട്രോളറിൻ്റെ ചൈൽഡായിട്ട് സ്കാഫോൾഡ്. ഇവിടെ സെമിക്കോളൻ കൊടുക്കുക. ഓക്കെ, ഇനി സ്കാഫോൾഡിൽ നമുക്കിനി ജസ്റ്റ് ഒരു ആപ്പ് ബാർ ജസ്റ്റ് ഒന്ന് കൊടുക്കാം. ആപ്പ് ബാർ, നമ്മൾ ആപ്പ് ബാറിൻ്റെ ബോട്ടം പ്രോപ്പർട്ടിയിലാണ് കഴിഞ്ഞ പ്രാവശ്യം ടാബ് ബാർ സെറ്റ് ചെയ്തത്. ഇന്ന് ആപ്പ് ബാറിന് പുറത്ത് വന്നിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ആപ്പ് ബാർ ടൈറ്റിൽ കൊടുക്കാം, ടെക്സ്റ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫ്ലട്ടർ കസ്റ്റം ടാബ് ബാർ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ആപ്പ് ബാറിന് പുറത്ത് വരാം. ഓക്കെ, കോഡൊന്ന് റൺ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന കോഡ് റണ്ണായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ആപ്പ് ബാറിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. കളേഴ്സ് ഡോട്ട് യെല്ലോ ആൻഡ് എലിവേഷൻ ഫോർ കൺട്രോൾ-S അടിക്കുക, സേവ് ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ ബോഡിയിൽ എന്താണ്? കോളമായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. കോളം എന്ന് പറയുന്നത് താഴെ താഴെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോളം എന്ന് യൂസ് ചെയ്യുന്നത് വെർട്ടിക്കലി. സോ ബ്രാക്കറ്റ്സ് ഇടുക. കോളത്തിന് നമ്മൾ ചിൽഡ്രൻ ആയിട്ടാണ് കോളത്തിൻ്റെ അകത്ത് ബാക്കിയുള്ള ബിഡ്ജറ്റ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ചിൽഡ്രൻ ആയിട്ട് കൊടുക്കാം. കോഡൊന്ന് അലൈൻ ചെയ്യാം, Ctrl+Alt+L. ഓക്കെ, ഇനി ചിൽഡ്രൻ ആയിട്ട് എന്താണ്? ടാബ് ബാർ ഞാനൊരു കണ്ടെയ്നറിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ പോവാണ്. സോ കണ്ടെയ്നറിൻ്റെ ഹൈറ്റ് ഒരു 50 കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കണ്ടെയ്നറിൻ്റെ ഡെക്കറേഷൻ കൊടുക്കാം. എങ്ങനെയാണ് അത് അപ്പിയർ ചെയ്യേണ്ടതെന്ന് നമുക്ക് കൊടുക്കാം. സോ അതിന് ഡെക്കറേഷൻ എന്നുള്ളത് ബോക്സ് ഡെക്കറേഷൻ, കണ്ടെയ്നർ ബോക്സ് നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്പിലും അതുപോലെ തന്നെ ഒരു ഡിഫറെൻറ്റ് ഡിസൈനിലൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ കൂടുതൽ പ്രോപ്പർട്ടീസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ടാബ് ബാർ ചെയ്യാനായിട്ട് ജസ്റ്റ് ബോക്സ് ഡെക്കറേഷൻ കൊടുത്തു. അതിൻ്റെ ബോർഡർ റേഡിയസ് ഡോട്ട് സർക്കുലർ ഒരു 15 കൊടുക്കാം. അതുപോലെ തന്നെ റേഡിയസ് അല്ല, ബോർഡർ റേഡിയസ്. ഓക്കെ, ആൻഡ് കളർ എന്ന് പറയുന്നത് കളേഴ്സ് ഡോട്ട് എന്തെങ്കിലും ഒരു കളർ കൊടുക്കുക, ഗ്രീൻ. റൺ ചെയ്യാം. ഇപ്പം നമ്മുടെ കണ്ടെയ്നർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇതാ കണ്ടോ, കൂടി പിടിച്ചല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഹൈറ്റ് ഒന്ന് കുറച്ച് കീപ്പോട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കോളത്തിൻ്റെ എന്താണ്? കോളത്തിൽ നമ്മൾ ജസ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഒരു യെല്ലോ ബൾബ് വരും. ഇതിനെ പാഡിങ്, റാപ്പ് വിത്ത് പാഡിങ് എന്ന് ചെയ്യാം. ഇപ്പോൾ എല്ലാ എഡ്ജും എന്താണ്? 8, ആ ഒരു ചെറിയൊരു ഡിഫറൻസ് ഹൈറ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ടോപ്പിൽ നിന്ന് ഇനി സെപ്പറേറ്റ് ആയിട്ട് ഓൺലി എന്നൊരു കാര്യം യൂസ് ചെയ്തിട്ട്, പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ടോപ്പിൽ നിന്ന് ഇപ്പോൾ ഒരു 18 ഓക്കെ കൊടുക്കാം. അപ്പോൾ അത് ടോപ്പിൽ നിന്ന് മാത്രം 18 താഴേക്ക് വന്നിട്ടുണ്ട്. ഇനി ലെഫ്റ്റിൽ നിന്നും 5, റൈറ്റ്, ഇങ്ങനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ കണ്ടെയ്നറിൻ്റെ ചൈൽഡായിട്ട് ബോക്സ് ഡെക്കറേഷന് താഴെ വന്നിട്ട് കണ്ടെയ്നറിൻ്റെ ചൈൽഡായിട്ട് നമുക്ക് ടാബ് ബാർ സെറ്റ് ചെയ്യാം. ടാബ് ബാറിൽ എന്താണ്? റിക്വയർഡ് ആർഗ്യുമെൻ്റ് ടാബ്സ് ക്ലിക്ക് ചെയ്യാം.
ഇനി ടാബ് എന്ന് കൊടുക്കാം. ടാബ്. ഓക്കെ. ടെക്സ്റ്റ് എന്താണ് കൊടുക്കുക? എന്തെങ്കിലും കൊടുക്കുക. ഹോം എന്ന് കൊടുക്കാം. ഓക്കെ. നമ്മൾ 4 ടാബാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്യുക. Ctrl+D ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഇവിടെ കോമ ഇട്ട് കൊടുക്കാം. ഓക്കെ. ഹോം, സെറ്റിങ്സ്, കോൾസ്, ടൈം. ഓക്കെ. ഇതാ ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ടാബ്സ് 4 ടാബ്സും വന്നിട്ടുണ്ട്. നമുക്ക് Ctrl+Alt+L ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സോ ഇതിൻ്റെ ലേബൽ കളർ എന്ന് പറയുന്നത് എന്ത് കൊടുക്കാം? കളേഴ്സ് ഡോട്ട് വൈറ്റ് എന്ന് കൊടുക്കുകയാണ്. ഇനി അൺസെലക്റ്റഡ്, സെലക്ട് ചെയ്യാത്ത ലേബൽ കളർ എന്ന് പറയുന്നത് കളേഴ്സ് ഡോട്ട് ബ്ലാക്ക് എന്ന് കൊടുക്കാം. പിന്നെ ഗ്രീൻ കളറ് ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ. അപ്പം നമ്മുടെ ലേബൽ കളറ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നതിൻ്റെ വൈറ്റ് ആയിട്ടുണ്ട്, സെലക്ട് ചെയ്യാത്തതിൻ്റെയൊക്കെ ബ്ലാക്ക് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഷെയ്ഡ് നമുക്ക് കുറച്ച് കുറയ്ക്കാം. ഒരു 200 ആക്കി നോക്കാം. ഓക്കെ. അപ്പോൾ ആ ഒരു ഗ്രീൻ ഷെയ്ഡ് ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻഡിക്കേറ്ററിന് ചെറിയൊരു സ്റ്റൈൽ ഡിഫറൻസ് വരുത്താം. സോ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് എന്താണ്? ബോക്സ് ഡെക്കറേഷൻ കൊടുക്കാം. അതിൽ ഒരു സ്ക്വയർ ബോക്സ് അപ്പിയർ ചെയ്യാനായിട്ട് കൊടുക്കാം, നമ്മൾ മൂവ് ചെയ്യുന്ന പോർഷനിലൂടെ. സോ കളർ എന്ന് പറയുന്നത് കളേഴ്സ് ഡോട്ട് ഒരു ഗ്രീൻ 900 കൊടുക്കാം. ഓക്കെ. ഒന്ന് സേവ് ചെയ്ത് നോക്കാം. അതാ ഇപ്പം നമ്മൾ കണ്ടോ? ഓക്കെ. ആ ഒരു കളറ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ബോക്സിൻ്റെ വിട്ട് കുറച്ചും കൂടി കൂട്ടാനായിട്ട് തൽക്കാലം ഈ ടാബിനെ കണ്ടെയ്നർ കൊണ്ട് റാപ്പ് ചെയ്തിട്ട് വിട്ട് എന്ന് പറയുന്നത് കുറച്ച് കൂട്ടി കൊടുക്കാം. ഓക്കെ. 80 ആക്കി നോക്കാം. ഒന്ന് റൺ ചെയ്യാം. ഓക്കെ. അതിൻ്റെ വിട്ട് കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളതിൻ്റെ ഒന്ന് ചെയ്യാം. ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. സോ ടാബ് കണ്ടെയ്നർ കൊണ്ട് റാപ്പ് ചെയ്യാം. ദെൻ ആ വിട്ട് ഒന്ന് കൂട്ടി കൊടുക്കാം കണ്ടെയ്നർ കൊണ്ടൊന്ന്. ഓക്കെ. യെസ്. അലൈൻ ചെയ്യാം. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കളറ് ഇങ്ങനെ വേണ്ടാന്നാണെങ്കിൽ, അതായത് ജസ്റ്റ് വൈറ്റിൽ മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ എന്താണ് ഈ കൊടുത്തിരിക്കുന്ന ഈ ബാക്ക്ഗ്രൗണ്ട് കളറ് ജസ്റ്റ് ഒന്ന് നമുക്ക് ഹൈഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കീബോർഡിൽ \/ ഉണ്ടല്ലോ. സോ കൺട്രോളിൽ ആ സ്ലാഷ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പം ഒരുപാട് ലൈൻസ് ഓഫ് കോഡ് അതുപോലെ ഹൈഡ് ചെയ്യണമെങ്കിൽ അത്രയും കോഡ് സെലക്ട് ചെയ്യാം. കൺട്രോളിൽ ആ \/ ക്ലിക്ക് ചെയ്യാം. ഓക്കെ. ഇനിയിപ്പം ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് കളറ് മാറ്റിയിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കുവാണ്. ഓക്കെ. ഇപ്പം ദാ ഇവിടെ വൈറ്റ് കളറിലായിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഇനി ഞാൻ ഈ ഗ്രീൻ ഈ ബോക്സിൻ്റെ ബോർഡർ റേഡിയസ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് കളർ കഴിഞ്ഞിട്ടൊരു കോമ ഇട്ടിട്ട് കൊടുക്കുക. ബോർഡർ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ B, ബോർഡർ റേഡിയസ് ഡോട്ട് സർക്കുലർ 15 കൊടുക്കുകയാണ്. Ctrl+Alt+L ക്ലിക്ക് ചെയ്യുക, ഒന്ന് അലൈൻ ചെയ്യുക. ഓക്കെ. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ. ഇപ്പോൾ ആ ഒരു റേഡിയസ് ഒന്ന് മാറിയിട്ടുണ്ടല്ലേ? ഇനി നമുക്ക് 2 ടാബും കൂടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം. 4ന് പകരം ഒരു 6 കൊടുക്കുകയാണ്. ഇനി ഈ ടാബ് ഒന്നും കൂടെ
കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. Ctrl+C Ctrl+V. ഓക്കെ. ഹോം എന്താ കൊടുക്കാം? പ്രൊഫൈല് കൊടുക്കാം. പിന്നെ എന്താണ് കൊടുക്കുക? ടാസ്ക്. ഓക്കെ, ടാസ്ക് എന്ന് കൊടുക്കാം. ഒന്ന് റൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് ക്ലിയർ അല്ലല്ലേ? കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടില്ല. അപ്പം നമുക്ക് ടാബ് ബാറിൻ്റെ നമുക്കതൊരു സ്ക്രോളിംഗ് വേണം അല്ലേ? അപ്പോൾ ഈ ടാബ് ബാറിന് താഴെ വന്നിട്ട് ഈ സ്ക്രോളബിൾ എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്, അത് ട്രൂ ആക്കി കൊടുക്കുക. ഒന്ന് റീലോഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ദാ വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇനി ഇതാ ഇവിടെ ഒരു കുഞ്ഞ് സ്പേസ് ഉണ്ടോ? ഈ സ്പേസ് നമ്മളിവിടെ ലെഫ്റ്റും റൈറ്റും 5 വെച്ചിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ്. അത് മാറ്റിക്കളഞ്ഞാൽ ആ സ്പേസ് അവിടെ ഉണ്ടാവില്ല. ഓക്കെ, ഇതാ ഇനി നമുക്ക് എന്താണ്, ഇപ്പം ഞാനിവിടെ ടെക്സ്റ്റ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഇനി ഒരു ഇമേജും കൂടെ നമുക്കിവിടെ വെച്ചിട്ടുള്ള ടാബ് ബാർ ചെയ്യാം. നമ്മൾ ചില ആപ്പുകളൊക്കെ എടുക്കുമ്പോൾ കാണാറുണ്ട് ഇമേജും ടെക്സ്റ്റും കൂടെ വന്നിട്ടുള്ള ആപ്സ് ഒക്കെ ഉണ്ട്. സോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് എന്താണ് നമ്മുടെ കളർ ബാക്ക്ഗ്രൗണ്ട് തന്നെ കളർ കൊടുക്കുകയാണ്. ഓക്കെ, ഓക്കെ, ഇനി ഇമേജ് ആഡ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ടാബ് ബാറിൻ്റെ ഈ ടാബ്സിൽ ടെക്സ്റ്റ് മാത്രമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ടാബിൻ്റെ ചൈൽഡ് എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. സോ നമുക്ക് ചൈൽഡ് എന്ന് ടൈപ്പ് ചെയ്യാം. ഈ ചൈൽഡിനെ കോളം ആക്കി എടുക്കാം. അതായത് നമുക്കൊരു ഇമേജും ടെക്സ്റ്റും വേണം. താഴെയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. സോ കോളം ആക്കി കൊടുത്തിട്ട് കോളത്തിൽ നമ്മൾ എന്താണ് മോർ ദാൻ 1 2 വിഡ്ജറ്റ് ഉണ്ട്. സോ ചിൽഡ്രൻ ആണ്. ചിൽഡ്രൻ പ്രോപ്പർട്ടിക്കകത്ത് എന്താണ് ഒരു ഇമേജ് വേണം അല്ലേ? ഒരു ഇമേജ്. ഓക്കെ, ഇമേജ് ഡോട്ട് ഞാൻ അസെറ്റ് ഇമേജ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇമേജ് ഡോട്ട് അസെറ്റ് കോമ ഇനി എന്താണ് വേണ്ടത്? ടെക്സ്റ്റ് വേണം. ഓക്കെ, ടെക്സ്റ്റ് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഈ ഇമേജും ടെക്സ്റ്റും ഇപ്പം കൊടുക്കുന്നില്ല. ഇനി ഇത് വേണ്ട, നമുക്ക് കളഞ്ഞേക്കാം. ഇനി എന്താണ്, നമ്മൾ 6 ടാബ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ ഇതിനെല്ലാത്തിനും എന്താണ് നമ്മൾ ഇതുപോലെ കോളം എന്ന് കൊടുക്കുകയും അതുപോലെ ഇമേജ് അസെറ്റ് ടെക്സ്റ്റ്. അപ്പോൾ കോഡ് എന്താണ്, ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കോഡ് ഭയങ്കര ലെങ്തി ആയിട്ട് മാറും. അപ്പോൾ ഇതിന് ഫ്ലട്ടറിൽ നമുക്ക് എന്താണ് ഒരു ഫംഗ്ഷൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫംഗ്ഷൻ്റെ നെയിം വെച്ചിട്ട് നമുക്ക് കോൾ ചെയ്ത് സിംഗിൾ ലൈൻ കോഡാക്കി മാറ്റാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് എന്താണ് ഈ കണ്ടെയ്നറിൽ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതാ ഇവിടെ റീഫാക്ടർ എന്നൊരു ഇത് കണ്ടോ? ഈ റീഫാക്ടറിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതാ ഇവിടെ എക്സ്ട്രാക്റ്റ് മെത്തേഡ് എന്ന് കാണുന്നുണ്ടോ? അതിൻ്റെ താഴെ എക്സ്ട്രാക്റ്റ് ഫ്ലട്ടർ വിഡ്ജറ്റ് എന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പോൾ ഈ എക്സ്ട്രാക്റ്റ് മെത്തേഡിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാ മെത്തേഡ് നെയിം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ബിൽഡ് കണ്ടെയ്നറിന് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കത് മതി. ഇനി ഈ റീഫാക്ടറിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പം എന്താണ് ബിൽഡ് കണ്ടെയ്നറിന് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് താഴേക്ക് വരിക. ഇതാ ഇപ്പോൾ നമ്മളാ കൊടുത്തിരിക്കുന്ന എന്താണ് മെത്തേഡ് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് വരിക. ഇനി ഇതൊരു ഫംഗ്ഷൻ ആണ് അല്ലേ? ഈ ഫംഗ്ഷനകത്ത് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടേണ്ടത് എന്താണ്? ഇമേജും ടെക്സ്റ്റും വേണം. അപ്പോൾ ഇത് രണ്ടും സ്ട്രിംഗ് ഫോർമാറ്റിലാണ് നമുക്ക് റിട്ടേൺ ചെയ്ത് വരുന്നത്. ഇവിടെ സ്ട്രിംഗ് എന്ന് കൊടുക്കുക. എന്താണ് ഇമേജ് എന്തെങ്കിലും കൊടുക്കാം കേട്ടോ. ഇമേജ് എന്ന് തന്നെ കൊടുക്കണമെന്നില്ല. ഇമേജസ്ന്നോ ഇമേജ് പാത്തുന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. കോമ അടുത്തതും ടെക്സ്റ്റും എന്താണ് സ്ട്രിംഗ് ഫോർമാറ്റിലാണ്
കിട്ടുന്ന ടെക്സ്റ്റ് എന്ന് തന്നെ കൊടുക്കണമെന്നില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വേർഡിങ് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇവിടെ ഈ ഇമേജ് അസറ്റിൽ എന്താണ് കൊടുക്കേണ്ടത്, ഈ ഇമേജിൽ നിന്ന് ഇവിടെ കൊടുക്കുക. അവിടെ വന്നിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ ആ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, കോഡൊന്ന് അലൈൻ ചെയ്തു. ഇതാ ഇനി ഇപ്പോൾ ഒരു റെഡ് എറർ വന്നിട്ടുണ്ടല്ലേ ടോപ്പിൽ. അതെന്താണ് എറർ വന്നിരിക്കുന്നത്? നമ്മളവിടെ ബിൽഡ് കണ്ടെയ്നറിനകത്ത് 2 കാര്യങ്ങൾ നമുക്ക് റിട്ടേൺ ചെയ്യണം, ഇമേജും ടെക്സ്റ്റും. അത് ഇവിടെ കൊടുക്കണം. കണ്ടോ, 2 പൊസിഷണൽ ആർഗ്യുമെന്റ്സ് എക്സ്പെക്റ്റഡ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് എന്ത് കൊടുക്കേണ്ടത്, ജസ്റ്റ് ഡബിൾ കോട്ട് സിംഗിൾ കോട്ടിലോ എന്ത്, ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ഇമേജ് കൊടുക്കുകയാണ്. ഓക്കെ, ഇമേജിൻ്റെ പാത്ത് എങ്ങനെയൊക്കെയാണ്, കോൾ പാത്ത് കോപ്പി ചെയ്യുക. ഇനി ഇവിടെ വന്നിട്ട് പാത്ത് കൊടുക്കാം. എറർ പോകുന്നുണ്ടോ? ഇല്ല. ഒരെണ്ണം കൂടെ വേണം, ടെക്സ്റ്റും വേണം. കോട്ട്സ് ഇടുക. എന്താ ടെക്സ്റ്റ്, നമ്മുടെ ഹോം അല്ലേ, ഹോം എന്ന് കൊടുക്കുക. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. എറർ ആയിട്ടുണ്ട്, ഓവർഫ്ലോ പ്രോബ്ലംസ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, നമ്മുടെ കണ്ടെയ്നറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു ഗ്രീൻ കണ്ടെയ്നറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 50 ആണ് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ഇൻക്രീസ് ചെയ്യുക. 120 കൊടുത്തു. ഓക്കെ, ഇനി താഴെ വരിക. ഈ ടാബിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നതും സെയിം 120 തന്നെ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ അത് വന്നിട്ടുണ്ട് അല്ലേ. ഇതാ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ടാബിൽ ഇമേജും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റും വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കി എല്ലാ സ്ഥലത്തും വരാനായിട്ട് പ്രൊഫൈൽ, ടാസ്ക് എന്തൊക്കെയായിരുന്നു നമ്മുടെ, ഇതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ബാക്കി 5 ഇതും കൊടുത്തിരിക്കുന്നത് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇനി ഇപ്പോൾ റൺ ചെയ്യുമ്പോൾ ഒരു എറർ കാണിക്കും. ഓക്കെ, അത് എന്താണ്, നമ്മളിവിടെ ലെങ്ത് 6 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരെണ്ണേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്യുക, Ctrl+D ഒരു 5 ടൈംസ് ക്ലിക്ക് ചെയ്യുക. കൂടുതലായോ? ഇല്ല, 6 ടാബ്സ്. ഇമേജ് ഞാൻ വേറെ കൊടുക്കുന്നില്ല, അത് തന്നെ കൊടുക്കാം. നിങ്ങൾക്ക് വേറെ ഇമേജ് മാറ്റി കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. സെറ്റിങ്സ്, പിന്നെ എന്തൊക്കെയായിരുന്നു, ടാസ്ക്സ്, പിന്നെ കോൾസ്, പ്രൊഫൈല്. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ ടെക്സ്റ്റും ഇമേജും എല്ലാം വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ടെക്സ്റ്റും ഇമേജും കൂടെ ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഓരോന്നും ക്ലിക്ക് ചെയ്യുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമുക്ക് ടാബ് ബാർ വ്യൂ എന്താന്ന് കാണണം അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു കണ്ടെയ്നർ ബോക്സിൻ്റെ താഴെ വന്നിട്ട് എന്താണ്, ടാബ് ബാർ വ്യൂ എന്ന് കൊടുക്കാം. ചിൽഡ്രനായിട്ട് നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, എന്തെങ്കിലും കൊടുക്കാം, വെൽക്കം. ഓക്കെ, സേവ് ചെയ്യാം. ഓക്കെ, നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ടെക്സ്റ്റ് വന്നിട്ടില്ല അല്ലേ. എന്താ നോക്കാം. ഓക്കെ, ഇവിടെ എററാണ് വന്നിരിക്കുന്നത്. റെൻഡർ ബോക്സ് വാസ് നോട്ട് ലേഡ് ഔട്ട്. ഓക്കെ, അതായത് ഇത് ഫ്ലട്ടറിൻ്റെ ഒരു ലേഔട്ട് പ്രോബ്ലം ആണ്. നമ്മുടെ ചൈൽഡ് വിഡ്ജറ്റിന് പാരൻറ്റ് വിഡ്ജറ്റിൻ്റെ ബാക്കി അവൈലബിൾ സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു വിഡ്ജറ്റ് യൂസ് ചെയ്യും, എക്സ്പാൻഡഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്പാൻഡഡ് വിഡ്ജറ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. റാപ്പ് വിത്ത് വിഡ്ജറ്റ് എക്സ്പാൻഡഡ്, സേവ് ചെയ്യാം. Ctrl+S. ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ
ആ ഒരു പ്രോബ്ലം മാറിയിട്ടുണ്ട്. നമ്മുടെ വെൽക്കം എന്ന് കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ജസ്റ്റ് സെൻറ്റർ ആക്കാം. സെൻറ്റർ കൊണ്ട് ഒന്ന് റാപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമുക്കൊരു 5 ടൈംസും കൂടെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, Ctrl+D. സെറ്റിങ്സ് അതുപോലെ ബാക്കി എല്ലാം കൊടുക്കുക കേട്ടോ. സെറ്റിങ്സിലേക്ക് പോകുമ്പോൾ സെറ്റിങ്സ് ടാസ്ക് ഓക്കെ. അപ്പോൾ ഇതാണ് ഞാനിന്ന് ഇത്രയാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഒരു കസ്റ്റം ടാബ് ബാർ നമ്മൾ കുറച്ചും കൂടി ഡിസൈൻ മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇമേജും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ വീണ്ടും കാണാം. ബൈ.